നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അയ്യോ, ഞാനങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. മോളെ, അതെ അഖിൽ എവിടെ? ആന്റി മുകളിലുണ്ട്. ഓ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ കേട്ടോ. ശരി 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 സാറേ. അച്ഛമ്മയുടെ മനസ്സ് വേദനിക്കാതിരുന്നാ മതിയായിരുന്നു. എന്താ സാറേ? അല്ല, സദ്യ കഴിഞ്ഞാ പിന്നെ നിൽക്കാൻ പറ്റില്ല, ഉടൻ പോണം. അയ്യോ സാർ, ഇല്ല, സദ്യ കഴിക്കുന്നു. അർജുൻ സാർ ജീപ്പിക്കായിരുന്നു. അല്ല സാർ, അർജുൻ സാർ താമസിച്ചാ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല, ഉച്ചവരെയൊക്കെ സാധാരണ അനുവദിക്കും. പിന്നെ പെട്ടെന്ന് വന്നാ നമുക്ക് സമാധാനായി. എന്തായാലും താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഈ അച്ചമ്മയൊന്ന് പരിചയപ്പെടുത്തി തരണം. തരാം സാർ, തീർച്ചയായിട്ടും തരാം. അച്ചമ്മ മന്ത്രവാദം അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ? അല്ല, എനിക്കൊരു ശത്രുവുണ്ട്, ഒന്ന് ഒതുക്കണം. ഒതുക്കാം സാർ, നമുക്ക് ഒതുക്കാം. എന്നാ ശരി സാർ, ചായ കുടിക്കേ. രാമേന്ദ്ര അളിയന്റെ കാര്യം ഒരിക്കലും പറഞ്ഞല്ലേ? അതെ. പൂജിജി, സംഗതി സക്സസ്. എന്താ? അർജുൻ സാർ ഇന്ന് നമ്മുടെ കൂടെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ കാണും. സത്യാണോ? സത്യം ചേച്ചി. എന്റെ ഈശ്വര. പൂജ, അർജുനൊപ്പം സദ്യ ഉണ്ട് നമ്മള്. അല്ല, ഇതെങ്ങനെ സാധിച്ചേ? ഭക്തി. എന്താ? മുക്തി. ഭക്തി ഉണ്ടെങ്കിൽ എന്തും സാധിച്ചെടുക്കാന്ന് മനസ്സിലായി. തെളിച്ചു പറ ചേച്ചി. അതൊക്കെ പിന്നീട്, ആദ്യം നമുക്കെല്ലാം ഒന്ന് ഒരുക്കാം. മോളെ, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല. എന്താ പൂജേച്ചി? അതുമല്ല, മധുവാന്റി ആയിരുന്നു മെയിൻ റോള്. ഞാൻ പറഞ്ഞു, അമ്മയുടെ അച്ഛമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടി അജുവേട്ടൻ ഉച്ചഭക്ഷണത്തിൽ നിന്നാ കൊള്ളാമായിരുന്നു. പക്ഷെ അത് ഞാൻ എന്റെ ആഗ്രഹം പറഞ്ഞതാ. ഇവിടെ എല്ലാവർക്കും അതേ ആഗ്രഹം തന്നെയാ മോളെ. ഞാൻ വിളക്കൊരുക്കട്ടെ. മാധുരി ചേച്ചിയെ കണ്ടിട്ട് അർജുൻ ഇതുവരെ വന്നില്ലേ? ഇല്ല, മെല്ലെ വരട്ടെ. അമ്മയും അച്ഛനും മോനും അവര് കുറെ നേരം സംസാരിക്കട്ടെ. നന്ദൻ സാർ എത്തിയില്ലല്ലോ ഇതുവരെ. അവിടുന്ന് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലട്ടെ. മോളെ, നമുക്ക് ഈ ഭക്തി ഒരു സ്ഥിരം പരിപാടിയാക്കിയാലോ? വേണ്ട ആന്റി, എന്നും വെള്ളിയാഴ്ച ആയിരിക്കില്ല. എന്താ അച്ഛമ്മേ? നൂല് കെട്ടിന് അജുവേട്ടനെ അച്ഛമ്മയുടെ മുന്നിൽ എത്തിക്കുന്നു പറഞ്ഞു, എത്തിച്ചു. ഇരിക്കും മോനെ.
എന്റെ മടിയിലിരുത്തി നൂല് കെട്ടണ്ട. അത് ശരിയാവില്ല. അജുവേട്ടാ, അത് പറ്റില്ല. അജുവേട്ടന്റെ മടി തന്നെ ഇരുത്തണം. ഇത്രയും ദിവസം ഞങ്ങളൊക്കെ ഓടിയത് തന്നെ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ. അർജുൻ ഇരിക്ക്. അച്ഛമ്മേ, അമ്മേ, പൂജ, എന്നെ നിർബന്ധിക്കരുത്. ഇത് വളരെ പവിത്രമായിട്ടുള്ളൊരു ചടങ്ങാ. ശുഭത്വമുള്ള ഒരാളുടെ മടിയിലിരുത്തി വേണം ചടങ്ങ് നടത്താൻ. അജുവേട്ടാ, എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ അജുവേട്ടന്റെ മടി തന്നെ കുഞ്ഞിനെ ഇരുത്തണം. ദേ, ഈ നിൽക്കുന്ന എല്ലാവരും അജുവേട്ടനെ അറിയുന്നവരാ. അജുവേട്ടനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ അപേക്ഷ ഇങ്ങനെ തള്ളിക്കളയെന്ന് കരുതിയില്ല. സോറി, പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി. സോറി. താനുള്ളതുകൊണ്ട് മാത്രമല്ലേ ഇവിടെ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. അമ്മേ, എന്റെ അമ്മയുടെ മടിയിലിരുത്തി എന്റെ മോളുടെ നൂലുകെട്ട് നടത്തണം. ഞാൻ ഒട്ടും ഭാഗ്യമില്ലാത്തവനാ. ഇല്ല, അത് വേണ്ട. അജുവേട്ടാ, അജുവേട്ടന് ഭാഗ്യമില്ലല്ലേ? ഈ ദിവസം ഇവിടെ എത്താൻ സാധിച്ചത് ഭാഗ്യമല്ലെങ്കിൽ പിന്നെ എന്താ അജുവേട്ടാ? ശരി, അജുവേട്ടനിൽ വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. അർജുൻ സർ, പൂജേച്ചി ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയാ രാപ്പകലില്ലാതെ ഓടി നടന്നത്. ഏട്ടാ ഇരിക്കേ പ്ലീസ്. അർജുൻ, ഇന്ന് നീ ഇവിടെ എത്തണമെന്നുള്ള പ്രാർത്ഥനയോടെയാ ഞാൻ കോടതിയിൽ നിന്നേ. ഇരിക്കും അർജുൻ മോനെ. മോളവിടെ ഇരിക്കും.